ഹലോ ഗായ്സ്, ഇന്ന് മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ലിവർപൂളിലുള്ള സഫാരി പാർക്കിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ലിവർപൂളെത്തി. അവിടെ നിന്ന് റാമിൻ്റെ വണ്ടിയിൽ ആണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ലിവർപൂളിൽ നിന്ന് ഒരു 45 മിനിറ്റോളം ഉണ്ട് ഈ സഫാരി പാർക്കിലേക്ക്. വരുന്ന എൻട്രൻസും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തതാണ്. പ്രകൃതി രമണീയമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ ഞങ്ങൾ 2 കാറിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാറ് രാഹുലിൻ്റെ കാറുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ കാണിച്ചു കൊടുക്കണം. നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത്. 17.50 പെൻസിനാണ് നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വന്നത്. ഇവിടെ നമുക്ക് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പം നമുക്ക് ഇവിടെ പോണ മാപ്പും കാര്യങ്ങളൊക്കെ തരും. പിന്നെ ചെറിയ സ്റ്റിക്കറുകളുണ്ട്. ഈ മാപ്പ് നോക്കിയാൽ ഏത് ഭാഗങ്ങളിലാണ് അവരുടെ എലിമെൻറ്റ്സ് ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പോണ റൂട്ടായാലും ഭയങ്കര അടിപൊളിയാണ്. ആദ്യം നമ്മൾ തന്നെ കാണുന്നത് കുറേ മാനുകളുടെ സെഷനാണ്. അങ്ങനെ പോകുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സീബ്രേനെ കണ്ടു. ഒരു 3 സീബ്രകളുണ്ടായിരുന്നു. പിന്നെ കുറേ ഡക്സ് ഉണ്ടായിരുന്നു, ഫ്ലൈ ഡക്സ്, ഒട്ടക പക്ഷി ഉണ്ടായിരുന്നു. ഒട്ടക പക്ഷി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതൊരു വലിയ സന്തോഷം ഉണ്ടായി. കുറച്ച് ലോങ് ആണ്. ഇതിങ്ങനെ ഒരു 80 ഏക്കറിലോളം ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും സ്ഥലത്തിൻ്റെ ഇടവോടെ ഓരോ റോഡുകൾ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഇവർ ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ മൃഗങ്ങൾ നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ആവാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുരങ്ങന്മാരുടെ ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വണ്ടിയുടെ ഗ്ലാസ് ഒരിക്കലും തുറന്നിടാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് രാഹുലിൻ്റെ വണ്ടിയുടെ മുകളിലാണ് ഈ കുരങ്ങന്മാർ കിടന്ന് കാണിക്കുന്നത്. അവിടെ നമ്മളിങ്ങനെ പോയി ഇപ്പോൾ കുറേ പുള്ളിമാനകളും എല്ലാ മാനകളും മിക്സ് ചെയ്തിട്ടിടുന്നൊരു ഭാഗമാണ്. അതുപോലെ ഈ സഫാരി പാർക്കിൽ ഇവിടെ കാറില്ലാണ്ട് വരുന്നവർക്ക് പോകാനായിട്ട് ഇവിടെ ട്രാവലറിലൊക്കെ ഒരു സൗകര്യമൊക്കെ അത് മുൻകൂട്ടി പറഞ്ഞവർ അത് അറേഞ്ച് ചെയ്ത് തരും. ആ വണ്ടിയാണിത്. ഇനി പോകുന്നൊരു സിംഹത്തിൻ്റെ ഏരിയയാണ്. ഇവിടെ ഒരു 5ഓളം സിംഹം ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വണ്ടി ഇവിടെ എപ്പോഴും ഉണ്ടാവും. അവർ മൈക്കിൽ അവിടെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ഗ്ലാസ് താഴ്ത്തരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത സെഷൻ ഇതിനൊക്കെ കണ്ടപ്പോൾ എനിക്ക് നാട്ടിൽ നമ്മുടെ മ്ലാവിൻ്റെ ലുക്കായിട്ടാണ് തോന്നിയത്. മ്ലാവിൻ്റെ ഒരു വകഭേദം അങ്ങനെയൊക്കെ. ഇത് കേട്ട് ഞങ്ങൾ നേരെ പാർക്കിൽ പോകാനാണ് തീരുമാനിച്ചത്. ഞങ്ങള് ധ്രുവ്, പുന്നൂസ്, പിന്നെ ജിഷ്ണു, രാഹുൽ, ശ്രീകുട്ടി, റാം, കൃഷ്ണേന്ദു ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇവിടെ ഇറങ്ങിയത്. ഈ പാർക്കിലേക്ക് കിടക്കാനായിട്ട് വേറെ ചിലവും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. പിന്നെ നിങ്ങൾ ഓരോ കാര്യത്തിൽ നമ്മൾ കയറണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എമൗണ്ട് ഇവിടെ പേ ചെയ്യണം. ധ്രുവും പുന്നൂസൊക്കെ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. റാമും കൃഷ്ണനന്ദും രാഹുലും ശ്രീകുട്ടിക്ക് ചേർന്ന് ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത്. പൊന്നൂസിനൊക്കെ വിശന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തൊരു സെഷനിലേക്ക് നീങ്ങാൻ പോവാണ്. ഇതാണ് സീ ലയൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു 1 hour ഇടവിട്ട് ഇതിൻ്റെ ഒരു ഷോ ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലൊരു നീറനായയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട് ഇതിന്. ഏകദേശം അതുതന്നെയാണ് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. സീ ലയൻ്റെ ഒരു ഷോ ഇപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഷോ ഒന്ന് കാണാം. ഈ ഷോയിലേക്ക് കിടക്കാനായിട്ട് ഫീ ഒന്നും ഇല്ല, വേറെ ഫ്രീ ആണ്.
3 അവിടെ നമ്മൾ കണ്ടെങ്കിലും 2 ഇവർ ഷോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. He always says that, how does that feel, yeah? We'll have to see how he gets on. So, right, everybody knows that sea lions can balance things on their noses, but what not everybody knows is actually how they do it. When you balance your stand. Now, the secret to the balancing, do you know what I do it? No? Okay, don't do it then. So the secret to the balancing is that the lovely long biscuit, even though they're actually really, really sensitive. Now, here we are, there's the fish there, there's the blue, that's the blue. So yeah, those whiskers, they're really, really sensitive. So yeah, again, listen, there are really important pipeline when it comes to sea lions being out in the wild. But I tell you what, give off another big round of applause. It's what we call a front flipper stand. Only a sea lion can do this. Seals can't do this one. Seals tie front flippers. They just wouldn't support all that. You've got it again, give off a huge round of applause. Okay, there's number 3, there's number 4. Now they would all fairly easy, so the last one, what we're going to do, we're going to spin this. It makes it faster and a lot harder for Arthur to catch. So if Arthur catches this, got to get a huge round of applause, okay? Alright, Arthur, tricky one, are you ready? Here it comes. Up! In the water, so again, if Louis catches all 5 rings, you've got to give him a big round of applause too. Alright, come on, let's take it up now then. It's your first one, you're going to throw all the way into the corner, just like that. It's in line, it's in line, goes all the way there, just like that. It's in line, it's in the floor. We're going to throw back into the far corner, all over there, just like that. And it does the speed of the last one, goes back into this far corner, just like that. Give a big round of applause. The first thing, and only thing that they can do, is swim back to the beach, really nice and safe. But give off a big round of applause for Shark. When he hits it, you guys got to give him a big round of applause. He's been a really good boy in this display, and this jump's going to take him quite a bit of effort. So if Arthur just that high ball, a big round of applause for you guys, okay? Alright, Arthur. 2, 3, go! He's away. Will he hit the high ball? പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കാലും ഒക്കെ എന്തോ കെട്ടിവെച്ച് പൊക്കത്തിരിങ്ങി നിന്നിട്ട് ശരി, പിന്നെ എന്തോ ഒരു പേരൊക്കെ പറയും. ആ പേര് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. തൊട്ടപ്പുറത്ത് വേറൊരാൾ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റികൾ ഇങ്ങനെ ബെൽറ്റിൽ തൂങ്ങി കിടന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ അഭ്യാസ പ്രകടനമൊക്കെ വളരെ നന്നായിരുന്നു. ഇത് കാണാനായിട്ട് കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ ഇത് കാണുകയും ഒക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ നടത്തുന്ന കുറേ സ്ഥാപനങ്ങൾ ഈ UK-ലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഓരോ ട്രെയിനിങ് സെൻ്ററുകളൊക്കെ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇവർ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള വരുന്നവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ധ്രുവും പൊന്നൂസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു ബേഡ്സിൻ്റെ സെഷനാണ്. ഇവിടെ ധാരാളം വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് തോന്നി. ഇതിങ്ങനെ നിൽക്കണ കാണുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഉപ്പി പിടിച്ച് നിൽക്കണൊക്കെ പോലെ തോന്നി. പിന്നെ എല്ലാവർക്കും വലിയൊരു ആഗ്രഹമായിരുന്നു ജിറാഫിനെ കാണണമെന്ന്. പക്ഷേ ജിറാഫിനെ കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അവിടുത്തെ ടൈമിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് ജിറാഫിനെ അവർ വീണ്ടും കുട്ടിൽ കയറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. ബീച്ചിലെത്തി. ബീച്ചിൽ വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് അവിടെ ഓൺലൈനായിട്ടാണ് അവിടുത്തെ പാർക്കിംഗ് ഫീ അടയ്ക്കേണ്ടത് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഫീ അടച്ച് നമ്മൾ കടൽ കാണാൻ പോവുകയാണ്. കടൽ കാണാൻ പോകണമെങ്കിൽ ഒരു കുന്ന് കയറണം. നമ്മുടെ നാട്ടിൽ പോലെയൊന്നല്ല. പക്ഷെ ഒരു പ്രകൃതി ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചൊരു സ്ഥലം പോലെയാണ് തോന്നിയത്. നല്ലൊരു പച്ചപ്പും കാര്യങ്ങളും, അങ്ങനെ ഒരു നല്ലൊരു പ്ലേസ് ആയിരുന്നു.
ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു പലക പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ, മറ്റേ ബീച്ചിലേക്ക് കിടക്കാനുള്ളൊരു എൻട്രൻസ് പോലെ 2 സൈഡിലും. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു ഡൗട്ടായി, ഇത് ബീച്ച് തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട്. നമ്മൾ നാട്ടിലൊക്കെ ബീച്ച് നമ്മൾ എത്തുമ്പോഴേക്കും വെള്ളം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്നാണ് പിന്നീട് മനസ്സിലായത്. ഇവിടെ കടലൊക്കെ ഇറങ്ങി പോയിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഒരു കഷ്ടി ഒരു 500 മീറ്ററുള്ള നടന്നിട്ടാണ് ഒരു കുറച്ചെങ്കിലും വെള്ളം കണ്ടത്. ഇവിടെയൊക്കെ കുറേ മില്ലും കാര്യങ്ങളൊക്കെ കാണാം അകലെ. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്കെല്ലാം ഡൗട്ടായി വെള്ളം ഇങ്ങോട്ട് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ പിന്നെ വെള്ളം വന്നു പോയതിൻ്റെ ഒരു തെളിവായിട്ട് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റി. അതന്നെ ഒരു വലിയ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ ഒരുവിധം നടന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മൾ വന്നത് ആ കുന്നുപോലെ പച്ചപ്പിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി. വെള്ളത്തിൻ്റെ ഒരു ചെറിയ അംശം കണ്ടു. അതായാലും കുറച്ച് വെള്ളം കഴിഞ്ഞൊരു ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും അങ്ങോട്ട് കടൽ സ്റ്റാർട്ട് ചെയ്യണം. സത്യത്തിൽ വെള്ളത്തിലിറങ്ങാമെന്നുള്ള മോഹമൊക്കെ അടക്കി വെച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. വലിയ കാര്യത്തിൽ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നതാ, പക്ഷേ ഒന്നും എടുക്കേണ്ടി വന്നില്ല. വന്ന പോലെ തന്നെ ഞങ്ങൾ തിരിച്ചു പോകാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, താങ്ക് യു.